ഏറെ സങ്കടത്തോടെയാണ് ജിതിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. കാരണം ഇത്രയും ദിവസമായി, ഇന്ന് 6 ദിവസം കടന്നിരിക്കുന്നു, പക്ഷേ ഇപ്പോഴും ആ തെരച്ചിലിൽ ഒരു ഫലവും ഉണ്ടാകുന്നില്ല. തെരച്ചിലിൽ ഫലം ഉണ്ടാകണമെങ്കിൽ അത് വൃത്തിയായി ചെയ്യണം. അത് ചെയ്യുന്നില്ല എന്നതാണ് നമ്മുടെ മുൻപിലുള്ള വസ്തുത. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതിന്റെ നിരാശയും സങ്കടവും ഒക്കെയാണ് ജിതിൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതും. സിജു കണ്ണൻ കൂടി ചേരുകയാണ്. സിജു, ഇന്ന് നമ്മുടെ മുൻപിലുണ്ടായിരുന്ന ഏക ആശ്വാസം എന്ന് പറയുന്നത് സൈന്യം എത്തുന്നു എന്നതായിരുന്നു. പക്ഷേ രാവിലെ 6:30 മുതൽ സൈന്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇതുവരെ സൈന്യവും സംഘവും വന്നിട്ടില്ല. 60 സംഘം എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയും വൈകുകയാണോ? എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ എങ്ങനെയാണ് ഈ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത്? മനു, ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൈന്യം എത്തുമെന്ന ഇന്നലെ രാത്രി മുതൽ വിവരമുണ്ട്. പക്ഷേ എപ്പോഴെത്തുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു വ്യക്തത നിലവിലില്ല. ഏതായാലും ഇന്ന് രാവിലെ 10 മണിക്ക് എത്തുമെന്നാണ് ആദ്യം പറഞ്ഞത്. ബൽഗാവിൽ നിന്ന് 60 അംഗ കരസേനാ സംഘം എത്തുമെന്ന് അറിയിച്ചു. അതോടൊപ്പം തന്നെ ഈ സമയം മാറ്റി പിന്നീട് 11:30 എത്തുമെന്ന് അറിയിച്ചു. പക്ഷേ ഇതുവരെ സൈന്യം ഇവിടെ എത്തിയിട്ടില്ല. ഇനി ഏത് സമയത്താണ് എത്തുക എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിക്കുന്നില്ല. നിലവിൽ ഈ റഡാർ ഉപയോഗിച്ച് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. ആ മണ്ണിടിഞ്ഞ് വീണ അതേ സ്ഥലത്ത്, ആ കടയുണ്ടായിരുന്ന അതേ സ്ഥലത്താണ് ഇപ്പോൾ ആ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിശോധനയെക്കുറിച്ച് ജിതിൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞ വാക്കുകൾ കേട്ടതാണ്. അവർക്ക് സഹിക്കാവുന്നതിന്റെ പരമാവധിയായി എന്നാണ് അവർ പറയുന്നത്. ഇനി പറ്റില്ല എന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെ അവർ വരുമ്പോൾ ഒരു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചായിരുന്നു പരിശോധന. പിന്നീട് ഇവർ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ പിന്നീട് വന്നു. പെട്ടെന്ന് തന്നെ മറ്റു കാര്യങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഏതായാലും ഒരു ഏകോപനമില്ലായ്മ ഇതിന് ആകെ കൂടിയുണ്ട്. അതിന്റെ ഒരു പ്രശ്നം നിലവിലുണ്ട്. ഈ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തായാലും ആ ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ പരിശോധന നടത്തിയപ്പോൾ ഏതാണ്ട് 10 അടി ആഴത്തിലാണ് ഈ സിഗ്നൽ ലഭിച്ചത് എന്നാണ് പറയുന്നത്. അത് കൃത്യമായും അർജുന്റെ വാഹനമാണ് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം മെറ്റൽ പോലുള്ള ഒരു സംഭവമാണ് കണ്ടെത്തിയത് എന്നാണ് പറയുന്നത്. 70% മെറ്റൽ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവം എന്നാണ് പറയുന്നത്. അത് കൃത്യമായും സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം വെള്ളമായി കുഴഞ്ഞ ഒരു മണ്ണാണ്. ചെളിയുള്ള മണ്ണിൽ ഈ റഡാർ ഉപയോഗിച്ചുള്ള സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ബുദ്ധിമുട്ട് നേരിടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യക്തമായ ഒരു ചിത്രം ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കാത്തത് എന്നാണ് പറയുന്നത്. എന്തായാലും തിരച്ചിൽ ഇപ്പോഴും നടക്കുന്നു. ആ മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെയൊക്കെ മഴയായിരുന്നല്ലോ, മഴ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ്? മനു, ഇപ്പോൾ ചെറിയ മഴ സ്ഥലത്തുണ്ട്. ഈ മഴ ചെറിയ തോതിൽ പ്രതികൂലമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബാധിക്കുന്നുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ജിതിൻ തന്നെ ഇന്ന് രാവിലെ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ ഉടമ കൂടിയായ മനാഫ് പറയുന്നു, വളരെ മോശം രീതിയിലുള്ള ഒരു സമീപനം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഏതായാലും എൻ്റെ കൂടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ദേശാഭിമാനി കാസർഗോഡ് ജില്ലാ ബ്യൂറോ ചീഫ് വിനോദ് പായം കൂടി ചേരുന്നുണ്ട്. നേരിട്ട് സംഭവങ്ങൾ കാണുന്നത് കുറച്ചുകൂടി വ്യക്തമായി അദ്ദേഹത്തിന് കാര്യങ്ങൾ പറയാൻ കഴിയും. കർണാടകയുടെ മേഖലകളിലെല്ലാം തന്നെ പോയി റിപ്പോർട്ടിങ്ങിൽ ഏർപ്പെടുന്ന ഒരാൾ കൂടിയാണ്. നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്താണ്? ഇപ്പോഴും അവർക്ക് കുടുംബം പറയുന്നത് കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നില്ല, പരിഗണിക്കപ്പെടുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. സിജു, നമ്മൾ ചൊവ്വാഴ്ച വൈകുന്നേരം നമ്മളിവിടെ ലാൻഡ് ചെയ്തതാണ്. അപ്പോൾ അന്ന് മുതൽ പറയുന്നത് തെരച്ചിൽ നടത്തും ഊർജിതമാവും. ഇപ്പോൾ ഇവിടെ മീഡിയകൾ കൊടുക്കുന്ന വാർത്ത ഇന്ന് തെരച്ചിൽ ഊർജിതമാണ് എന്നുള്ള രീതിയിലാണ്. നമ്മളിപ്പോൾ ഇന്നലെ മുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത റഡാർ കണക്ഷൻ കിട്ടിയിട്ടുണ്ട്, ഒരു പോയിന്റിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ റഡാറിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ സിജുവൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് NIT സുറത്കലിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് 2.5 മീറ്റർ മാത്രം റേഞ്ച് കിട്ടുന്ന റഡാറിലെ സംവിധാനത്തിൽ നിന്ന് കിട്ടിയ മെസ്സേജ് ആണ് നമ്മളിപ്പോഴും അർജുന് വേണ്ടിയിട്ട് പ്രതീക്ഷയോടെ നിൽക്കുന്നത് എന്നുള്ളൊരു വൈരുദ്ധ്യം അതിനകത്തുണ്ട്. ഇപ്പോൾ കൊണ്ടുപോകുന്ന ഈ വണ്ടിയിൽ കൊണ്ടുപോകുന്നതാണ് ചളി നിറഞ്ഞ ലോഡ് വണ്ടിയാണ് ഈ പോകുന്നത്. ഈ റഡാറിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ NITയിൽ നമ്മുടെ മലയാളി സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ചളിയുള്ള ഏരിയയിൽ നിന്ന് ഈ സിഗ്നൽ കിട്ടില്ല. ഈ വരണ്ട പ്രദേശത്ത് താഴെ പൈപ്പൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 2.5 മീറ്റർ ആഴം വരെയാണ് കണക്ഷൻ കിട്ടുക എന്ന് പറയുന്നത്. എന്നിട്ട് പോലും മലയാളിയായിട്ടുള്ള ഒരു രഞ്ജിത്ത് ഇസ്രായേലി എന്ന് പറയുന്ന ഒരു റെസ്ക്യൂർ വന്നിട്ടാണ് ഇങ്ങനൊരു സൂചന ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മളോട് ഇന്നലെ പറയുന്നത്. എന്നിട്ടിപ്പോൾ ഇന്നലെ രാത്രി
പിന്നെ നമ്മുടെ ഇവിടുത്തെ SP നാരായണ അദ്ദേഹം ഫേസ്ബുക്കിലിട്ടു ഇന്ന് രാവിലെ 6 മണിക്ക് ഇന്നലെ 8:30 തന്നെ തെരച്ചിൽ നിർത്തി. അതായത് നിങ്ങൾ നോക്കുക, എല്ലാ ദിവസവും രാത്രി 8:30 ആകുമ്പം കൃത്യമായിട്ടൊരു ഒഫീഷ്യൽ ജോലി പോലെ അവരെ പണി മതിയാക്കിയിട്ട് വീട്ടിൽ പോകുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ നോക്കൂ, ഇന്നലെ 11 മണിക്ക് SP ഫേസ്ബുക്കിൽ ഇടുകയാണ്. അതായത് സെൽഫിയൊക്കെ ഇട്ടിട്ട് അത് ഭയങ്കരമായിട്ട് പിന്നെ വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. അത് വേറെ വിഷയം. ഈ SP പറയുന്നു ഇന്ന് രാവിലെ 6 മണിക്ക് സൈന്യത്തെ ഇറക്കുന്നില്ല. ഇന്നലെ കുമാരസ്വാമി വന്നിട്ട് പറഞ്ഞത് സൈന്യം വരേണ്ട വിഷയമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇന്ന് രാവിലെ 6 മണിക്ക് സൈന്യം എത്തും എന്നുള്ളത്. ഇപ്പം ഏതാണ്ട് സമയം ഉച്ച ആയിരിക്കുന്നു. ഈ സമയം മുമ്പ് സൈന്യത്തിൻ്റെതായിട്ടുള്ള ഒരു റിപ്പോർട്ട് ചെയ്തത് ബൽഗാവിൽ നിന്ന് വരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോൾ ഇവിടുത്തെ തയ്യാറെടുപ്പ് മൊത്തം ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ വരെ നമ്മൾ കിലോമീറ്റർ, അതായത് നിന്ന് പ്രധാന ജംഗ്ഷൻ കഴിഞ്ഞ് ഇവിടത്തേക്കുള്ള 6 കിലോമീറ്റർ ദൂരത്തിൽ മുഖ്യമന്ത്രി വരുന്നതിന് വേണ്ടിയിട്ടുള്ള റോഡ്, അതായത് ഇപ്പോൾ കുണ്ടും കുഴിയൊക്കെ ഉണ്ട്, മഴ വന്നിട്ട് കുണ്ടും കുഴിയൊക്കെ ഉണ്ട്, തകർന്ന ദേശീയപാതയാണ്. ആ ദേശീയപാത നന്നാക്കുന്ന തിരക്കിലാണ് ഇവിടുത്തെ അധികൃതർ. ആ ദേശീയപാത നന്നാക്കുന്ന തിരക്കിലാണ്. അതിൻ്റെ കുഴിയൊക്കെ അടച്ചിട്ട് ഇങ്ങനെ വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോയാൽ അതിൻ്റെ വിഷ്വൽ കിട്ടും. ഇവർ കേരളമായിട്ട് പുറത്ത് നിൽക്കുന്നതുകൊണ്ട് മാത്രം 4-5 JCB വന്നിട്ട് നീങ്ങുന്നുള്ള. അപ്പോഴും ഊർജിത തെരച്ചിൽ നമ്മൾ പറയുമ്പോൾ തന്നെ അഷഫ് ഇവിടെ വന്നു. അഷഫ് വന്നിട്ട് അദ്ദേഹവും ഒരു കാഴ്ചക്കാരനായിട്ട് സൈഡ് വരുമ്പോൾ പറഞ്ഞു, അദ്ദേഹം ആദ്യം കൊടുത്ത പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർജിതമായി നടക്കുന്നുണ്ട്, ഞാൻ സംസാരിച്ചിരുന്നു. പ്രതിപക്ഷ നമുക്ക് വളരെ പറയാം, സ്വാഭാവികമായിട്ടുള്ള മണ്ണ് നീക്കൽ മാത്രം. വലിയ മണ്ണൊക്കെ തന്നെയാണ്, വലിയ പ്രതികൂല കാലാവസ്ഥയൊക്കെ തന്നെയാണ്. പക്ഷേ ആ അർത്ഥത്തിൽ ഇന്ന് 6ാം ദിവസമാണ്. നമ്മൾ ഇപ്പോഴും അർജുൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് കേരളം ആകെ പ്രാർത്ഥിക്കുമ്പോഴും ആ തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചയിൽ കാണുന്ന സത്യം. ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുന്നത്. പക്ഷേ ഏറ്റവും അടുത്തുള്ള സൂറത്കല്ലിൽ നിന്നുള്ള ഒരു ഉപകരണമാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ച് പരിശോധന നടത്തിയത്. നമ്മുടെ അതായത് മിനിഞ്ഞാന്ന് അറിയിക്കുന്നു. പക്ഷേ ഇപ്പോഴും അത്തരം സംവിധാനങ്ങൾ, നൂതനമായ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നില്ല. അല്ല, ഈ നൂതനമായ സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ ലോറി ഉടമ നമ്മോട് സംസാരിച്ചതാണ്. അതായത് ഇത് അന്ന് തന്നെ സിജോക്കെ റിപ്പോർട്ട് ചെയ്തതാണ്, ഈ മണ്ണിനടിയിലുള്ളത് ആരാണ് ഒന്ന് മുഖ്യമന്ത്രിയോട് വന്നു. ഇപ്പം നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് അവിടെ ആ വീട്ടിലേക്ക് വെള്ളം കുടിക്കാൻ പോകുമ്പോൾ അവർ പറയാണ്, ഇതെന്താണ് നിങ്ങൾ മൊത്തം മീഡിയ ഒക്കെ വന്നിട്ട് അത്ര ദൂരത്തുനിന്ന് മിനിയാന്ന് വരാൻ കാര്യം എന്താ, വല്ല VIP ആണെന്ന് അവർക്കറിയില്ല, ഇങ്ങനെ ട്രക്കാണെന്ന്. പക്ഷേ ഇതിൻ്റെ ഒരു വേറെ വൈരുദ്ധ്യം കൂടിയുണ്ട്. ഇതിനകത്ത് 3 ആൾക്കാർ, അർജുനോടൊപ്പം വേറെ 2 പേര് കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. ആ വരുന്ന ആളിൽ ഈ 2 പേരുടെ കർണാടകരായിട്ടുള്ള ആൾക്കാർ അവരിവിടെ എവിടെയോ ഉണ്ട്. അവർക്ക് വേണ്ടി ഒരു ശബ്ദമില്ല, കന്നഡ മീഡിയ ആകട്ടെ ഒരു ശബ്ദവുമില്ല. അവരിപ്പോൾ വന്നതെന്തിനാണെന്ന് പറയും. ഞങ്ങളുടെ സംസാരിക്കാൻ പറഞ്ഞാൽ ഈ മരിച്ചവർക്ക് 5 ാണ് നിൽക്കുന്നത്. പക്ഷെ അവിടെ നിൽക്കുമ്പോഴും അതിൻ്റെ പോയിന്റ് എന്താണ്, ബോഡി ഇല്ലാതെ അവർക്കത് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അവരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്കൊരു മീഡിയ സപ്പോർട്ടില്ല, അവർക്കൊരു ഒപ്പം പറയാനാളില്ല, രാഷ്ട്രീയ നേതൃത്വമില്ല. ഇവിടെ നമ്മൾ കർണാടകത്തിൽ നിരന്തരം സഞ്ചരിക്കുമ്പോൾ അറിയുന്നത് രാഷ്ട്രീയവും അധികാരവും പണവും കേന്ദ്രീകരിക്കുന്നിടത്താണ് ഇവിടെ എല്ലാ ശ്രദ്ധയും. അതിൻ്റെ 1-ാം നമ്പർ രക്തസാക്ഷിയാണ് മണ്ണിനടിയിൽ. രക്തസാക്ഷി എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരാളായിട്ടുള്ള പിന്നെ അർജുൻ മണ്ണിനടിയിൽ ഉള്ളത് എന്നാണ് നമ്മൾ കരുതുന്നത്. അത്തരം അലംഭാവത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ 2:30 ഇപ്പം വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി വലിയ ബഹളത്തോടെ ഇപ്പം 5 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ വരുന്നത്. ആ സമയത്ത് അനൗൺസ്മെന്റ് തുടങ്ങി. അവിടെ പോലീസിന്റെ അനൗൺസ്മെന്റ് ആണ്, എന്താണ്, റോഡിൽ നിന്ന് എല്ലാവരും മാറ്റണം. സിജു ഇന്നലെ കണ്ടിട്ടുണ്ടാവും, ഈ ദീർഘദൂര ലൈനാണിത്, പനവേൽ കൊച്ചി ലൈനാണ്. ഏതാണ്ട് 80-90 ലോറികൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വണ്ടികളെ എല്ലാവരും അടിച്ചു. പഞ്ചാബിൽ നിന്നുള്ള വണ്ടിയുണ്ട്, ഒരുപാട് ചരക്ക് ലോറികളുണ്ട്. മാറ്റി ായിട്ട് ഹറാസ് ചെയ്തിട്ട് ഇതൊന്നും ഒരാൾ റിപ്പോർട്ട് ചെയ്യാനില്ല. അതൊക്കെ പ്രതികരിക്കേണ്ടത് കന്നഡ മീഡിയകളാണ്, ഇവിടുത്തെ മീഡിയകളാണ്. നമ്മളിവിടെ കേന്ദ്രീകരിച്ച് ഇവിടെ നിൽക്കുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്നും അറിയുന്നില്ല. ദൈന്യതയാണ് എങ്ങും. ഇത് ഇവിടുത്തെ ഒരു കൾച്ചറാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടുത്തെ പൊതു ആൾക്കാർ ഇവിടെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും, ഇവിടെ നാട്ടുകാരൊക്കെ കൂടുന്നില്ല, കേരളത്തിലൊക്കെ കൂടുന്നു, ജനകീയമാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു അവസ്ഥയില്ല. ആളും ഈ ഭാഗത്തേക്ക് വരുന്നില്ല. 4 ഇടത്താണ് നമ്മൾ വരുമ്പോൾ അറിയാം. 5 കിലോമീറ്റർ 4 ഇടത്താണ് ഇവർ മതിൽ കെട്ടിയിട്ട് പോലീസ് ബാരിക്കേഡ് തീർത്തിട്ട് നമ്മൾ അങ്ങോട്ട് കടത്താത്തത്. അത്ര ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പം ഇന്നലെ അറിയാം, നമ്മൾ DYSP പോലും അതായത് പക്ക യൂണിഫോമിലുള്ള പ്രോട്ടോക്കോളിലെ ഉദ്യോഗസ്ഥനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കാസർഗോഡ് കളക്ടറെ വിളിച്ച്, കാസർഗോഡ് കളക്ടർ ഇവിടുത്തെ കളക്ടറെ വിളിച്ച്
കടത്തിവിട്ടത്. മൊത്തം ഇത്തരത്തിലുള്ള പ്രോട്ടോകോളും ഇത്തരത്തിലുള്ള VIP-കളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ആ കാര്യങ്ങൾക്ക് മാത്രമേ ഇവിടെ രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ നമുക്ക് കാണുന്നുള്ളൂ. ശരിക്ക് അവിടെ ഒരു 3 JCB 3 ലോറിയും 5-8 ലോറിയും മാത്രമുള്ള ഒരു മൂവ്മെന്റ് മാത്രമാണ് ഇതുവരെ നടക്കുന്നത്. 6-ാം ദിനമായി ഇനിയും പ്രതീക്ഷയോടെ നമ്മളൊക്കെ ഇവിടെ കാത്തു നിൽക്കുകയാണ്. മനു, ഇവിടുത്തെ ഒരു സാഹചര്യം കൂടി വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സിജു, ഞാനത് ഏറെ ഗൗരവത്തോടെയാണ് സിജു ആ വാക്കുകൾ കേട്ടത്. സാഹചര്യം ഇതാണ്. സത്യത്തിൽ എത്രമാത്രം നിരുത്തരവാദപരമായ സമീപനത്തിന്റെ അങ്ങേയറ്റമാണ് കാണാൻ കഴിയുന്നത്. കാരണം സിജു, നമ്മൾ ഈ റഡാർ പരിശോധനയെക്കുറിച്ചൊക്കെ വലിയ ആവേശത്തോടെ ഇവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് വെറും 2.5 മീറ്റർ മാത്രം ആഴത്തിൽ സിഗ്നൽ കിട്ടുന്ന സൂറത്കൽ NIT-യിലെ കുട്ടികൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തട്ടിക്കൂട്ട് സംവിധാനമാണ് ഇവർ ഈ തെരച്ചിലിന് വേണ്ടി അവിടെ എത്തിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് പറയുകയാണ് ഞങ്ങൾ റഡാർ ഉപയോഗിച്ച് നിങ്ങളുടെ അർജുന് വേണ്ടി തെരച്ചിൽ നടത്തുന്നുണ്ടെന്ന്. എത്രമാത്രം പറ്റിപ്പാണ് ആ സർക്കാർ ഈ നാട്ടിലെ മനുഷ്യരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്?